അങ്ങനെ രവീന്ദ്രനെ ഓരോന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കൊണ്ടുപോവാണ് കേട്ടോ. പോലീസ് പറയും നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊന്ന് ഒപ്പിട്ട് തന്നിട്ട് നിങ്ങൾക്ക് ഇതിലൊരു പങ്കില്ല എന്ന് ഒപ്പിട്ട് തന്നിട്ട് തിരിച്ചു പോകുന്നോളൂ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അങ്ങനെ രവി പറയുന്നത് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോലീസ് വണ്ടിയിൽ കയറി പോവുകയാണ്. ഈ സമയത്താവും രേവതി വരിക. അപ്പോൾ രേവതി അച്ഛനെ പോലീസ് കൊണ്ടുപോകണ കാണുമ്പോൾ അവിടെ ഉള്ള നാട്ടുകാരോടൊക്കെ ചോദിക്കാൻ എന്താ കാര്യം, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി വേഗം തന്നെ ആ ഓട്ടോയിൽ തന്നെ കയറിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ സച്ചിനെ വിളിക്കുന്നുണ്ട് രേവതി. പക്ഷേ സച്ചിക്കാണെങ്കിൽ ഒന്നും കേൾക്കാനും ഇല്ല. അങ്ങനെ രേവതി അവിടെ എത്തനെക്കാട്ടി മുന്നേ തന്നെ പോലീസുകാരും അവരും എത്തിയിട്ടുണ്ടാവും. അങ്ങനെ പോലീസിൻ്റെ സംസാര രീതിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ മാറുക കേട്ടോ. രവീനെയൊക്കെ കുറേ ചീത്ത പറയുകയും ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ രവീനോട് പറയണം നിൻ്റെ മകളും ഇവരുടെ മകളും നിൻ്റെ മകനും ഇവിടെ എത്താതെ നിന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തൂട്ടോ അവിടെ. അപ്പോൾ ചന്ദ്രമതിയൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ശ്രീകാന്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.